Hello, my dear students. ഞാൻ പ്രോമിസ് ചെയ്ത പോലെ തന്നെ ICSEയുടെ ലാംഗ്വേജ് പേപ്പറിൻ്റെ ഒരു ഡിസ്കഷനും കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് വാട്ട് യു ഷുഡ് ഡു വാട്ട് യു ഷുഡ് നോട്ട് ഡു എന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാനൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനോട് ഒപ്പം തന്നെ ഞാൻ നിങ്ങളോട് പറയാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. റൈറ്റ്? സോ നോർമലി നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓൾവേസ് ദി essay ക്വസ്റ്റ്യൻ. ആ essay ക്വസ്റ്റ്യനിൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരെണ്ണം സ്റ്റോറി റൈറ്റിംഗ് ആയിരിക്കും, രണ്ടാമത്തേത് നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് അതായത് നറേറ്റീവ് ആയിരിക്കും, മൂന്നാമത്തേത് ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ ആയിരിക്കും, നാലാമത്തേത് ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും ആൻഡ് അഞ്ചാമത്തേത് പിക്ചർ കോമ്പോസിഷൻ ആയിരിക്കും. റൈറ്റ്? എല്ലാ കുട്ടികൾക്കും എഴുതാനുള്ള കഴിവ് ഉണ്ടാവില്ല. ചിലർക്ക് നല്ല കഴിവുണ്ട്, അവർ നന്നായി എഴുതും. സോ നന്നായി എഴുതുന്ന കുട്ടികൾക്ക് ഇതിനകത്തുനിന്ന് ഏത് വേണമെങ്കിലും അറ്റംപ്റ്റ് ചെയ്യാം. പക്ഷേ അധികം എഴുതാൻ കഴിവില്ലാത്ത കുട്ടികൾ എനിക്ക് തോന്നുന്നു പിക്ചർ കോമ്പോസിഷൻ അറ്റംപ്റ്റ് ചെയ്യുന്നതായിരിക്കും സേഫ്. എന്താ കാരണം എന്ന് ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ റൈറ്റ് ആൻ ഒറിജിനൽ ഷോർട്ട് സ്റ്റോറി എൻടൈറ്റിൽ എ നാരോ എസ്കേപ്പ്. ഈ ഒറിജിനൽ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്വന്തം ക്രിയേറ്റിവിറ്റിയാണ് അവർ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ എവിടെയെങ്കിലും ശരിക്കും നടന്ന ഒരു സംഭവം ഇവിടെ കാണിക്കാനല്ല പറയുന്നത്, എഴുതാനല്ല പറയുന്നത്. നിങ്ങളുടെ സ്വന്തം ക്രിയേറ്റിവിറ്റിയിൽ നിന്നും വന്ന ഒരു ഒറിജിനൽ സ്റ്റോറി എന്നാണ് ഉദ്ദേശിക്കുന്നത്. നാച്ചുറലി നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് റീഡ് ചെയ്യുമ്പം, കുറേ ബുക്സൊക്കെ റീഡ് ചെയ്യുമ്പം നമുക്ക് അതിൽ നിന്നൊക്കെ ഓരോ ഐഡിയാസ് കിട്ടും. നമ്മളെല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് നമ്മുടെ ഓൺ ക്രിയേറ്റീവ് ഒരു സ്റ്റോറി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും കഴിവുള്ള കുട്ടികൾക്ക്. സോ അത് ഇവിടെ ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം ആ ടൈറ്റിൽ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ സ്റ്റോറി ആണ് അറ്റംപ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിനകത്ത് എത്ര ക്യാരക്ടേഴ്സ് വേണം, ആ ക്യാരക്ടേഴ്സിൻ്റെ പേരെന്താവണം, അവർ തമ്മിലുള്ള സംഭാഷണം, കമ്മ്യൂണിക്കേഷൻ, ഡയലോഗ് ഡെലിവറി എന്തായിരിക്കണം, ഇതൊക്കെ ഒന്ന് മനസ്സിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ആ വേർഡ് ലിമിറ്റ് 350യുടെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ സ്റ്റോറി എഴുതണം. ഇനിയും കോൺവെർസേഷൻസ് അതിനകത്ത് ഡെഫിനറ്റ്ലി ഉണ്ടാവണം. കോൺവെർസേഷൻ നമ്മുടെ ഡയറക്റ്റ് സ്പീച്ചിലുള്ള ഡയലോഗ്സ് എഴുതുമ്പം ഇൻവേർട്ടഡ് കോമാസിൽ ഇടുന്ന ആ ഒരു പങ്ക്ച്വേഷൻ ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം, അതിന് മാർക്കുണ്ട്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുമ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഷോർട്ട് ഫോംസ് എഴുതാൻ പാടില്ല. ഇപ്പോൾ ഡിഡ് നോട്ട് എന്ന് തന്നെ എഴുതണം, ഡിഡിൻറ്റ് എന്ന് എഴുതരുത്, ഡസൻറ്റ് എന്ന് എഴുതരുത്, ഡസ് നോട്ട് എന്ന് തന്നെ എഴുതണം. സോ ഫുൾ ഫോം എപ്പോഴും ഈ എസ്സേസിൽ എഴുതാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. സോ സ്റ്റോറി എഴുതുമ്പോൾ അതിനകത്ത് ക്യാരക്ടേഴ്സ് വേണം, അതിനൊരു പ്രോപ്പർ പ്ലോട്ട് വേണം, ആ പ്ലോട്ട് നന്നായി ഡെവലപ്പ് ചെയ്യണം, ആൻഡ് എൻഡിൽ വരുമ്പോൾ അതിനൊരു നല്ല കൺക്ലൂഷൻ അല്ലെങ്കിൽ ക്ലൈമാക്സ് കൊടുക്കണം. ഇതിൻ്റെ ഒക്കെ ഇടയ്ക്ക് ക്യാരക്ടേഴ്സ് വേണം, ക്യാരക്ടേഴ്സ് തമ്മിൽ സംഭാഷണം വേണം, ആ സംഭാഷണം എഴുതുന്നത് ഇൻവെർട്ടഡ് കോമേഴ്സിലായിരിക്കും. ഇതൊക്കെ ശ്രദ്ധിക്കണം. ആൻഡ് കഥ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരണം. എൻഡിൽ എന്താവും എന്നുള്ളൊരു ആങ്ഷ്യസ്നെസ് വായിക്കുന്ന എക്സാമിനറിന് ഉണ്ടാവണം. എന്നാൽ മാത്രമേ ആ ഒരു ഇമ്പാക്റ്റ് കിട്ടുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് യുവർ സ്റ്റോറി റൈറ്റിംഗ്. സെക്കൻഡ് തിങ് ഈസ് you are narrating something which you have experienced. That means here the question says have you ever forgiven somebody, and if you have, then when was it, and what positive impact did that forgiveness have on you? Right? All these kind of things have been asked. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ നന്നായി വായിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് നമ്മളോട് ചോദിക്കുന്നത് അതിൻ്റെ ഒക്കെ ഉത്തരം നിങ്ങളുടെ ആ ഒരു റൈറ്റപ്പിൽ ഉണ്ടാവണം. നെറേറ്റീവ് എസ്സേ ആകുമ്പം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം എക്സ്പീരിയൻസ് പറയുന്നതുകൊണ്ട് ഇറ്റ് ഷുഡ് ബി ഫസ്റ്റ് പേഴ്സൺ എൻകൗണ്ടർ, ഫസ്റ്റ് പേഴ്സൻ്റെ ഒരു രീതിയിൽ വേണം അത് എഴുതാൻ. സോ യു ക്യാൻ ഡെഫിനറ്റ്ലി യൂസ് I in no matter how many times you can use just the personal pronoun I. Right? അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്ന എല്ലാത്തിൻ്റെയും ഉത്തരം നിങ്ങളുടെ ആ ഒരു റൈറ്റപ്പിൽ ഉണ്ടോ എന്നുള്ളതാണ്. മൂന്നാമത്തേത് വരുന്നത് ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ. കോമ്പറ്റീഷൻ ഹാമ്പേഴ്സ് ദി ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ്. ആദ്യം തന്നെ അതിൻ്റെ മീനിങ് മനസ്സിലാക്കണം. ഹാമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താ? stops,
അല്ലേ? കോമ്പറ്റീഷൻ സ്റ്റോപ്സ് ദി ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ്. അതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഫസ്റ്റ് ലൈൻ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് സെൻറ്റൻസ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ആയിരിക്കണം. യെസ്, ഐ സപ്പോർട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് കോമ്പറ്റീഷൻ ഹാമ്പേഴ്സ് ദി ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻറ്റ്. അല്ലെങ്കിൽ നോ, I do not think that competition hampers the overall development of students. ഇതായിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് സെൻറ്റൻസ്. സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് എന്ന് പറഞ്ഞ് തുടങ്ങണം. എഗെയിൻസ്റ്റ് ആണ് പറയുന്നെങ്കിൽ നോ എന്ന് പറഞ്ഞ് തുടങ്ങണം. സപ്പോർട്ട് ചെയ്താണെങ്കിൽ തുടങ്ങുന്നെങ്കിൽ എന്തൊക്കെ പോയിൻറ്റ്സ് ഉണ്ടോ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിനെ കൂടുതൽ സ്ട്രോങ് ആക്കാനുള്ള ആ പോയിൻറ്റ്സ് മാത്രമേ മെൻഷൻ ചെയ്യാൻ പാടുള്ളൂ. നെഗറ്റീവ്സ് കൊണ്ടുവരരുത്. റൈറ്റ്? കമ്പയർ ചെയ്ത് വേണമെങ്കിൽ എഴുതാം, കമ്പാരിസൺ. അല്ലാതെ എല്ലാം സപ്പോർട്ട് ചെയ്ത് എഴുതി കഴിഞ്ഞിട്ട് ഈവൻ ദോ ഐ ഹാവ് സപ്പോർട്ടഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ദർ ഈസ് എ കേസ് വെൻ സോ ആൻഡ് സോ ഹാപ്പൻസ് എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് എഴുതാൻ പാടില്ല, മാർക്ക് പോകും. ഓക്കെ? അതേപോലെ തന്നെ നിങ്ങൾ ഇതിന് എഗെയിൻസ്റ്റാണ് എഴുതുന്നെങ്കിൽ ആ എഗെയിൻസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പോയിൻറ്റ്സ് മാത്രമേ നിങ്ങളുടെ റൈറ്റപ്പിൽ ഉണ്ടാകാൻ പാടുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ മിക്സപ്പ് ചെയ്യരുത്. എഗെയിൻസ്റ്റും ഫോറും കൂടി മിക്സപ്പ് ചെയ്യരുത്. റൈറ്റ്? That is very important. Again, I am telling you, the word limit is 350. Please don't go beyond that. Now, fourth one, descriptive essay. Descriptive essayയിൽ നമ്മൾ കണ്ട കാര്യം ഡിസ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിനകത്ത് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഏറ്റവും ഒരു തെറ്റ് പറ്റുന്നത് ഇതിനെ അവർ ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവിലും എഴുതും. അപ്പോൾ കുറേ പേഴ്സണൽ പ്രൊനൗൺ ഐയുടെ യൂസേജ് വരും. അങ്ങനെ ആവുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് എസ്സേ നിങ്ങൾ നെറേറ്റീവ് ആക്കി മാറ്റും. സോ നിങ്ങളുടെ മാർക്ക് മൊത്തവും പോകും. സോ ഡിസ്ക്രിപ്റ്റീവ് എസ്സേയിൽ വരുമ്പം നിങ്ങൾ കണ്ട കാഴ്ചകൾ ഡിസ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ ഐ വെൻ ദേർ സോ ഐ സോ ദേസ്, ഐ വെൻ ദേർ സോ ഐ ഹേർഡ് ദേസ്, അങ്ങനെയൊന്നും പറയരുത്. റൈറ്റ്? ഇനി ഇതിനകത്ത് 5 സെൻസസിൻ്റെയും ഒരു ഫീലിംഗ് വരണം. എന്താണ് നിങ്ങൾ കണ്ടത്, എന്ത് നിങ്ങൾ കഴിച്ചു, എന്ത് നിങ്ങൾ മണത്തു, എന്ത് നിങ്ങൾ കേട്ടു, അങ്ങനെ 5 സെൻസസ് എന്തൊക്കെ അനുഭവിച്ചോ അത് മൊത്തം ഇതിനകത്ത് ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതണം. ഇതിപ്പം യു ആർ ടേക്കിംഗ് എ ലിഷർലി സ്ട്രോൾ ഇൻ എ ബ്യൂട്ടിഫുൾ ഗാർഡൻ, റൈറ്റ്? ഇതാണ്. ആൻഡ് ഡിസ്ക്രൈബ് വാട്ട് യു സീ അറൗണ്ട്, ആഡിങ് ഡീറ്റെയിൽസ് അബൌട്ട് ദി സൗണ്ട് ആൻഡ് സെൻസ്. അപ്പം ഇവിടെ നിങ്ങൾ എങ്ങനെ തുടങ്ങും? ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ മോർണിംഗ്. ഐ സോ a field which was filled with colorful flowers. There were many people who were taking stroll in that beautiful garden. When I entered, I could sense the beautiful fragments of different flowers in the garden. So here you are not using the personal pronoun I much. Instead you are describing things. അങ്ങനെയായിരിക്കണം ഡിസ്ക്രിപ്റ്റീവ് എസ്സേ. ദ യൂസേജ് ഓഫ് ഐ ഷുഡ് ബി അറ്റ് മിനിമൽ. ഐ ഹോപ്പ് ഐ എം ക്ലിയർ. നൗ ഈ ഒരു പിക്ചർ കോമ്പോസിഷൻ നിങ്ങളുടെ ലാസ്റ്റ് ഓപ്ഷൻ ഇൻ ദ എസ്സേ റൈറ്റിംഗ് ഈസ് ദ ഈസിയസ്റ്റ് വൺ ആസ് ഐ സെഡ് ഏർലി, ബിക്കോസ് യു ക്യാൻ മേക്ക് ഇറ്റ് ആസ് എ സ്റ്റോറി, യു ക്യാൻ മേക്ക് ഇറ്റ് ആസ് എ നെറേറ്റീവ്, യു ക്യാൻ മേക്ക് ഇറ്റ് ആസ് എ ഡിസ്ക്രിപ്റ്റീവ് എസ്സേ, ഈവൻ യു ക്യാൻ ആർഗ്യൂ അബൌട്ട് ദി പിക്ചർ. ഓക്കെ? നൗ ഈ ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. എലിഫൻറ്റ് ഈസ് ഓൺ ദ റോഡ്, മേ ബി എ ഫാമിലി ഈസ് ഇൻ ദ കാർ. സോ ഇത് മൂന്നും കൂടി കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി നിങ്ങൾക്ക് എഴുതാം. ഇത് മൂന്നും കൂടി കണക്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എഴുതാം. റൈറ്റ്? ഇനി ഇത് മൂന്നും കൂടി കണക്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്കൊരു ഡിബേറ്റ്, whether forest should be cut down and roads and other development should be made or not എന്നുള്ള രീതിയിലൊരു ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ എഴുതാം. ഇത് എന്താക്കി നിങ്ങൾക്ക് തീർത്താലും യു ക്യാൻ ഡു വാട്ട് എവർ യു വാണ്ട് in this particular picture composition. There is no rules and regulations mainly meant for this, right? But if you're doing one thing, just stick on to that. ഇപ്പോൾ നിങ്ങൾ ഒരു സ്റ്റോറി ആണെങ്കിൽ സ്റ്റോറി എഴുതും. അപ്പോഴും ഞാൻ പറഞ്ഞ പോലെ സ്റ്റോറിയുടെ എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ഉണ്ടാവണം. കോൺവെർസേഷൻ ഉണ്ടാവണം, ഒരു പ്ലോട്ട് ഉണ്ടാവണം, അത് ഡെവലപ്പ് ചെയ്ത് വരണം, ക്ലൈമാക്സ് ഉണ്ടാവണം. നെറേറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്, നിങ്ങളൊരു പ്രാവശ്യം ഇങ്ങനെ ഫോറസ്റ്റിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾക്കുണ്ടായൊരു എക്സ്പീരിയൻസ്, അങ്ങനെ. സോ ദിസ് ഈസ് ദ ഈസിയസ്റ്റ് തിങ് ടു അറ്റംപ്റ്റ് ബിക്കോസ് ദർ ഇസ് നോ സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് as I told you. I hope I'm clear with the composition part. Now, coming to your second question, right? What is it?
letter writing. Two letters are given. One is formal and one is informal. Format is very important. For the formal letter, you first write your address, but you should not mention your name there. Leave a line, write the date in the same way as you write in your notice. That is 26th January 2024. And TH should not be superscript, it should touch the line. Then you leave a line and you write the to address. Again, to and from should not be written, just the addresses should be written. And each address should end with a comma and the last line should end with a full stop. So, informal letter രണ്ട് address വരും, രണ്ടിൻ്റെ ഇടയ്ക്ക് ഡേറ്റ് വരും. അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വേണമെങ്കിൽ എഴുതാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ICSE is not giving that much importance to the subject. And then you write dear sir. ഇനി ലെറ്റർ റൈറ്റിംഗ് ഞാൻ എൻ്റെ കുട്ടികളെ പഠിപ്പിച്ചിരിക്കുന്നത് ലെഫ്റ്റ് അലൈൻഡ് ആണ്. അതാണ് മോർ കംഫർട്ടബിൾ ആൻഡ് ലുക്സ് ഗുഡ് ഓൾസോ. സോ ലെഫ്റ്റ് മാർജിനോട് തൊട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ എഴുതാൻ, അഡ്രസ്സും ഡേറ്റും ഒക്കെ എഴുതാൻ. ദെൻ ഡിയർ സർ ആൻഡ് വാട്ട് എവർ ഈസ് ആസ്ക്ഡ് ഇൻ ദ ക്വസ്റ്റ്യൻ, the reply of those things should be there in your letter in different paragraphs. Maximum 3 paragraphs you can write. The words written should be clear. There should not be any grammatical errors. See that you have written all the answers of the things that have been questioned in the letter. For example, you recently read an interesting book that impacted you deeply. Write a letter to your friend highlighting the parts that impressed you. Explain 2 ways in which you would like to make changes in your behavior or actions based on what you have read. Right? So first, you will you will just write an informal letter. You are writing this is informal. So you are writing just your address and then date. Then you straight away start. Dear Rekha, dear Suman, or dear Shiva, whatever the name is, and then you write, I hope you are fine there, and I'm also doing good, my exams are going on, but in the meanwhile I wanted to discuss about an important book which I happen to read, and in the book ഏതാണ്, ബുക്കിൻ്റെ ഓഥർ ആരാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചോദിച്ചേക്കുന്നത്, ഹൈലൈറ്റിംഗ് ദ പാർട്സ് ദാറ്റ് ഇംപ്രസ്ഡ് യു. സോ നാച്ചുറലി ഇത് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്ക് വായിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ആ വായിച്ചിരിക്കുന്ന ബുക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടപ്പെട്ടത് അതിനെ അവിടെ മെൻഷൻ ചെയ്യണം. അത് സെക്കൻഡ് പാരഗ്രാഫായി. ഇനി തേർഡ് പാരഗ്രാഫിൽ എന്താ ചോദിച്ചേക്കുന്നത്, 2 ways in which you would like to make changes in your behavior. അപ്പോൾ ആ ഒരു ബുക്ക് വായിച്ചതിൻ്റെ പേരിൽ നിങ്ങളിൽ തന്നെ എന്ത് മാറ്റങ്ങളാണ് വരുത്താൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ വരുത്തിയേക്കുന്നത് എന്നുള്ളൊരു കൺക്ലൂഷനാണ് ആ തേർഡിൽ വരേണ്ടത്. റൈറ്റ്? ആൻഡ് ദെൻ യു എൻഡ് ബൈ sentence that hope to see you very soon during the vacation. Yours lovingly and just the pet name. നിങ്ങളുടെ ഫുൾ നെയിം എഴുതരുത്, പെറ്റ് നെയിം മാത്രമേ എഴുതാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഫസ്റ്റ് നെയിം മാത്രമേ എഴുതാൻ പാടുള്ളൂ. സോ ദിസ് ഈസ് ദ ഇൻഫോർമൽ ലെറ്റർ ദാറ്റ് ഐ ടോൾഡ് യു. സെക്കൻഡ് വരുന്നതാണ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത ഫോർമൽ ലെറ്റർ. യു വോണ്ട് ടു write, you have to write a letter to your principal regarding opening up a club for gardening. So അവിടെ ആദ്യം അഡ്രസ്സ് എഴുതുക, സ്വന്തം അഡ്രസ്സ് എഴുതുക, 3 ലൈനിൽ കോമ ഫുൾ സ്റ്റോപ്പ്, ഡേറ്റ് എഴുതുക, പിന്നെ ടു എഴുതാൻ പാടില്ല, അതിന് പകരം നേരിട്ട് ദ പ്രിൻസിപ്പൽ, സ്കൂളിൻ്റെ പേര് എഴുതുക, ദ പ്രിൻസിപ്പൽ സ്കൂളിൻ്റെ അഡ്രസ് ലാസ്റ്റ് ലൈൻ ഫുൾ സ്റ്റോപ്പ്. ആൻഡ് ദെൻ യു ക്യാൻ റൈറ്റ് സബ്ജക്റ്റ് regarding request to open or request to start a gardening club. അത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. ദെൻ dear sir or dear madam ഏതെങ്കിലും ഒരെണ്ണം എഴുതാൻ പാടുള്ളൂ, then you introduce yourself, I am so and so studying in so and so, or I am so and so the school captain or the co-curricular captain, whatever is it you have to introduce. And then you come, second paragraph, you come to the point. What is it? You want to start a gardening club, right? So you have to seek permission. So that first you have to mention about the gardening club, then you have to seek permission from the principal, and then give specific reason for your request. Why do you want to start a gardening club? എന്നുള്ള
ആൻസർ അവിടെ ഉണ്ടാവും. സോ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്ന ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരം നിങ്ങളുടെ ആ ലെറ്ററിൽ ഉണ്ടെങ്കിൽ മാത്രമേ നന്നായി മാർക്ക് കിട്ടുള്ളൂ. ലാസ്റ്റ് ലൈൻ ഷുഡ് ബി looking forward to a favorable reply. Leave one line. Thank you, full stop. Yours obediently or yours faithfully, comma, your name. Complete name. This is how you write your formal letter. I hope I'm clear. So any one you can choose. You have to make up your mind which is the one where you can write more points and then go for it. Now third question. This is the question where you can score 5 plus 5, 10 marks. Notice writing. Right? Your school is hosting an inter-school debate competition. Write a notice informing the students at your school about the event. Right? So ഇതിനകത്ത് ഫസ്റ്റ് വരുന്നത് ഈ ഒരു നോട്ടീസ് റൈറ്റിംഗ് രണ്ട് ഫോമാറ്റ് ഉണ്ട്. സെൻറ്റർ അലൈൻ ഫോമാറ്റ് ഉണ്ട്, ലെഫ്റ്റ് അലൈൻ ഫോമാറ്റ് ഉണ്ട്. ഞാൻ എൻ്റെ കുട്ടികളെ പഠിപ്പിച്ചിരിക്കുന്നത് ലെഫ്റ്റ് അലൈൻ ഒരു ഫോമാറ്റാണ്. സോ അതിനകത്ത് ഫസ്റ്റ് ക്രിയേറ്റീവ് ഹെഡിങ് എഴുതുന്നത് ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കും. ദാറ്റ് ഹാസ് ടു ബി റിയലി ക്യാച്ചി. Since it is an inter-school debate competition, you can always go for any catchy name such as War of Words, something like that. You can just go for it. That should be in capital letter. Then in the second line you will write what is given in the question, inter-school debate competition. When you write that, please be sure that the first letter of each word should be capital. Then comes your date, colon, and date format should be like I said earlier, 26th February, comma 2024. Then comes time from 9 a.m. to 12 noon. Then venue, you have to write two places. First, the small hall where the competition will take place, and then the place where the hall is situated. For example, there is one auditorium which is in Delhi, so you would write the auditorium's name first, then comma, then you write Delhi. Okay, so this is how you write your notice. Then comes leave a line and then just write a couple of sentences that this competition is meant for the students of classes 8 to 12, full stop. Those who want or those who are interested to participate, kindly give your names to so-and-so teacher before so-and-so date. Finish. If you write this, you're going to get full 5 marks, because this is an area where the board gives you, in the English paper, board gives you full marks if everything is perfect. Now the second question is compulsory question, email writing. Based on your notice, you're writing the email format. Again, there are two types of format. Whichever format you have learned, please stick to it. And again, see that you mention whatever you have written in the notice, date, time, venue. You also have to mention the special name that you have given for the competition, then date, time and venue. In the second paragraph, you would write whatever is the demand in the question. The demand is to request the nearby school principal to send a team. So when you are requesting, you have to mention how many members should be there in the team. Should they be in their school uniform? Should they be wearing their ID cards? What is the reporting time? Will the lunch or snacks be provided from the host school, or they have to bring it on their own? All these things should be mentioned. And the last line is very important, anticipating a positive response. Full stop. Then you again leave a line, thank you, yours faithfully. Then you will write your name and just consider yourself as the school captain. So just give your designation, because if you are asked to send an email to somebody important, that means you must consider yourself as somebody in the school. You might be the school captain, you might be the co-curricular captain, so some designation you have to give to yourself. Okay, so I hope this is clear. You can score absolutely 5 plus 5, 10 marks here. So in the next video,
I will discuss from question number 4 onwards. I hope this is of great help to you. If I have gone wrong somewhere, do mention in your comments. Thank you so much.